കൊടുംചൂടിൽ വെന്തുരുകി വിയർത്ത് കേരളം. രാവും പകലും ഒരേപോലെ കനത്ത ചൂട് അനുഭവപ്പെടുകയാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. പകലും രാത്രിയിലും ഒരുപോലെ ചൂട്. നേരം പുലരുന്നത് 27 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ. രാത്രിയിൽ ചൂടിനൊട്ടും ശമനമില്ലാതെ തന്നെ തുടരുകയാണ്. ഇതാണ് കുറേ നാളായി കേരളത്തിലെ കാലാവസ്ഥയെ അസഹനീയമാക്കുന്നത്. കേരളത്തിന് ഇനിയും 2 ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ കടുത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും പറയുന്നു. മലയോര പ്രദേശങ്ങൾ ഒഴികെ ചൂട് അതികഠിനമാകുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലാകട്ടെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ മുകളിലേക്ക് അനുഭവപ്പെടും. 22 വരെ ചില ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സർക്കാർ സർക്കുലറിന്റെയും കോടതി ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല ക്ലാസുകൾ രാവിലെ 10:30 ശേഷം പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകളിലെ ക്ലാസുകൾക്കും ഇത് ബാധകമാണ്. വേനലിലെ കടുത്ത ചൂട് കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശം. ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനായി എല്ലാ പ്രധാന ആശുപത്രികളിലും ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചു. ക്ലിനിക്കുകളിൽ കൂളിംഗ് ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ലഭ്യതയടക്കം ഉറപ്പാക്കിയിട്ടുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ നിരീക്ഷണവും ശക്തമാക്കി. ഉയർന്ന താപനിലയും വായുവിലെ ഈർപ്പവും കാരണം ജനങ്ങൾക്ക് അതികഠിനമായ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.